ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ ബീഫ് കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു ബീഫ് കറി. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 450 ഗ്രാം ബീഫാണ്. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ബീഫ് കറിയാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പട്ട, ഒരു 4 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു എന്നിവ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 20ഓളം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ കറി വെക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ രുചി. ഇനി നമുക്ക് ഇതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. ഇത് ബ്രൗൺ കളറായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള അരിഞ്ഞത് വളരെ കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് വഴറ്റിയെടുക്കാം. സവാള നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. സവാളയും ചുവന്നുള്ളിയും നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് 1 ടീസ്പൂൺ നമുക്കിതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് കണ്ടില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി 1 ടീസ്പൂൺ മതി. രണ്ടും കൂടി 1 ടീസ്പൂണിലെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ വേണം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാൻ. തക്കാളി നന്നായി വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് എടുത്ത അതേ സ്പൂണിൽ തന്നെയാണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പെരുംജീരകം പൊടിച്ചത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ വേണം ഇതൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാൻ. 2-3 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 2 സെക്കൻഡ് നേരം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ വെള്ളം വാർക്കാൻ വെച്ച നമ്മുടെ ബീഫ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് വേണം ഇത് മിക്സാക്കി കൊടുക്കാൻ. നമ്മുടെ ഈ മസാലയെല്ലാം ഈ ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കണം. അതുവരെ തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1 ഗ്ലാസ്സാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് കറി നന്നായി കുറുകി ഇരുന്നാലാണ് നല്ല രസമുണ്ടാവുകയുള്ളൂ. അതിനായിട്ടാണ് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ചൂടുവെള്ളം 1 ഗ്ലാസ് ഒഴിച്ച് കുക്കറിൽ വെച്ച് നമുക്കൊരു 7 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായിക്കഴിഞ്ഞാൽ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പൂളിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് നല്ല ചെറിയ പീസുകളാക്കി നമുക്ക് തേങ്ങാക്കൊത്ത് പോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ഈ ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വന്ന നമ്മുടെ ഈ ബീഫ് കറി
പാകത്തിന് കുറുകി വന്നിട്ടുള്ള നമ്മുടെ ഈ ബീഫ് കറിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒരു 2 സെക്കൻഡ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. വളരെ രുചികരമായ ഒരു ബീഫ് കറിയാണിത്. അധികം ചാറൊന്നുമില്ലാത്ത ഒരു ബീഫ് കറി, കുറുകിയ ഒരു ബീഫ് കറിയാണ്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ രുചികരമായ നമ്മുടെ ഒരു ബീഫ് കറി ചോറിനൊപ്പമായാലും പൂള, പൊറാട്ട, വെള്ളപ്പം എന്നിവയ്ക്കൊപ്പമായാലും നമുക്കിത്